അത് ഇതുവരെ ലീഗലല്ല. യു മീൻ പട്ടിഷോ? പിന്നെ എന്തിനാ മൂടുള്ളത്? കല്യാണം കഴിഞ്ഞതിന് ശേഷം വേവാത്ത മുട്ടയും പിന്നെ കട്ടുപ്പൂ തിന്നണത് ജോയാണ്. സേറമോൾ ഇവിടെ പാപ്പം കഴിച്ചോണ്ടിരിക്കണേണ്. സോ ഇനി അതിന് വേണ്ടി നമ്മള് പോവുകയാണ് ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട്. നമ്മൾ മാരേജ് കഴിഞ്ഞിട്ട് 4 വർഷമായി, പക്ഷെ അത് ഇതുവരെ ലീഗലല്ല. ദാറ്റ് മീൻസ് മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ കാര്യത്തിന് വേണ്ടി പോണം. പിന്നെ പിന്നെ സായിക്കോട്ടിന് ഇപ്പൊ എവിടെ പോകാനാണ്? ഉക്കിളി പോകാൻ വെച്ചു. അപ്പൊ ഇവിടെ സായിക്കോട്ടിന് ഉക്കിളി പോകാൻ പാപ്പൊക്കെ കഴിച്ചിരിക്കണേന്ന്. സേറമോൾ ഇവിടെ പാപ്പം കഴിച്ചോണ്ടിരിക്കണേന്ന്. അമ്മിച്ച് ഇവിടെ ഇഡ്ഡലി ചമ്മന്തിയും കഴിച്ചോണ്ടിരിക്കണേന്ന്. ഇഷ്ടമായാ? അമ്മിച്ചിക്ക് വയ്യ. അമ്മിച്ച നടുവിന്റെ അവിടെ ഒന്ന് ഇടറിയിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് ലീഗലി അല്ല. അതിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി പോണം. ലിവിങ് ടുഗദർ ലീഗലി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ബിക്കോസ് രജിസ്റ്റർ ചെയ്തെന്ന് വെച്ചാൽ അറിയാൻ പാടില്ല. 30 days കഴിഞ്ഞാണെങ്കിലും നടക്കണേന്ന് ഒരു ബോധമില്ല. ആക്ച്വലി അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പിള്ളേരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വന്നപ്പോഴാണ് നമ്മൾ അക്ഷയ സെന്ററിൽ കണ്ടത്. ഞങ്ങൾ വിചാരിച്ചു ഡയറക്റ്റ് കോർപ്പറേഷൻ ഇൻഫോർമേഷൻ ഫോർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ ഞങ്ങളുടെ ആദ്യം വിചാരിച്ചത് കോർപ്പറേഷനിൽ ഡയറക്റ്റ് കൊടുക്കും. ഇവൻ ആഫ്റ്റർ 30 days കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് ഇവൻ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഷുഡ് എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു കൗൺസിലിംഗ് ലെറ്ററും വേണം. ഇവൻ നിങ്ങൾ ഏത് റിലീജിയസ് സംഭവത്തിലാണോ മാരേജ് കഴിഞ്ഞേക്കുന്നത് അവിടെ നിന്ന് ഒരു പേപ്പർ വേണം വിത്ത് സിഗ്നേച്ചർ ആൻഡ് ഓൾസോ എന്താ വേണ്ട ഒരു സാധനം കൂടെ വേണമല്ലോ, ഫോട്ടോ, മാരേജിന്റെ ഫോട്ടോ, കല്യാണം കഴിഞ്ഞ ഫോട്ടോ അല്ലേ. ഇത്ര സാധനം വിത്ത് പിന്നെ കുറച്ച് അല്ലറ കുറച്ച് സാധനങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതാണ് മെയിൻ സാധനം. ഈ സാധനം കൊണ്ട് വേണം ആഫ്റ്റർ 30 days ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകാൻ വേണ്ടി കോർപ്പറേഷൻ ഓഫീസിലോട്ട് പോകേണ്ട. ഇപ്പം അക്ഷയ വഴി തന്നെ എല്ലാം ഓൺലൈനായിട്ട് ചെയ്തിട്ട് സോ ദെൻ നമുക്ക് മാരേജ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കിട്ടും. സോ ഇനി അതിന് വേണ്ടി നമ്മൾ പോവുകയാണ്. നമ്മള് മണി 11:30 കഴിഞ്ഞു അല്ലേ. ഇപ്പൊ ഫുഡിങ് ടൈമാണ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ജോ കഴിക്കണത് ദോശയും ഞാൻ കഴിക്കണത് പുട്ടുമാണ്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് പോകണ്ടേ, ബാങ്കിലേക്ക് പോകാനൊക്കെ ഉണ്ട്. അവൻ കുറച്ച് സൈലന്റ് ആയിട്ടുണ്ട്. പിള്ളേര് വലുതാന്ന് പറഞ്ഞാൽ സൈലന്റ് ആയവനുണ്ട്. ഇവിടെ ഇവിടുത്തെ വില്ലെത്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. 2.5 വയസ്സ് കറക്റ്റ് ജൂണിലാകും. കറക്റ്റായ അപ്പം തന്നെ ഞങ്ങളുടെ അംഗൻവാടിയായി. കാരണം വീട്ടിൽ ഇന്നൊരു കുട്ടികളുടെ കൂടി തന്നെയാണ്. അല്ല സാർ നമ്മളെ അംഗൻവാടി പോവോ? പോണം എന്താന്ന് പറഞ്ഞില്ല. എന്നിട്ട് അവിടെ നോക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി അപ്പൻ്റെ അമ്മയുടെ മാറി നിൽക്കുന്ന സീനാണെന്ന് മനസ്സിലായി. ഗുഡ് ഗേൾ ആൻസർ. മണി 1 മണിയായി. ജോന് തലവേദനയാണ് ഗൈസ്. ജോന് തലക്ക് വെളിവില്ലെന്ന് പറയണത്. കാരണം മരുന്ന് ജോയിപ്പ ഒറ്റക്ക് ചോറ് കഴിഞ്ഞാൽ മണി. ഇത് പിള്ളേരാണ്, കൊച്ചിൻ്റെയാണ്, കൊച്ചിന് കൊടുക്കാൻ പോണേ. ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ പ്ലാൻ നമ്മൾ ഫുൾ മാറ്റിയിട്ടുണ്ട് ജോന് തലവേദന ആയതുകൊണ്ട്. സോ നമ്മൾ ഇന്ന് മാങ്ങ ഇട്ട് വെച്ച സേറമോ കൊടുക്കാൻ പോവാം. സേറമോക്ക് എനിക്ക് തോന്നുന്നത് മീൻ വറുത്തതിനെക്കാട്ടും അവൾക്ക് ഇഷ്ടം കറി വെച്ച മീനൊക്കെ. ഞാൻ അവൾക്ക് മീൻ കറിയും കൂട്ടി ചോറ് കൊടുക്കാൻ പോവാണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. എന്താ പയറും കൊടുക്കും. എന്താ ഓക്കെ എനിക്കതാ പിന്നെ കൊച്ചിന്റെ ഒന്ന് പോയിക്കപ്പേ. കൊച്ചു പാപ്പതിന്റെ പൊന്നുകിളി പൊന്നുകിളി പാല് കാപ്പ കഴിക്കാം. കൊച്ചു പാപ്പ കഴിക്കാൻ പോണ കണ്ടോട്ടപ്പേ.
അപ്പം ഗൈസ് അപ്പം നമ്മൾ സൈക്കിളിനെ വിളിക്കാണ്ട് പോകണാണ് ജോ ഒറ്റക്ക് കൂടെ ചൂടിക്കൊണ്ട് പോകണേണ്. അപ്പം നമ്മൾ ഇനി സൈക്കിളിനെ വിളിച്ച് വന്നിട്ടുണ്ടെന്നാണെങ്കിൽ ഒരു കുക്കിംഗ് ഉണ്ട് ജോയുടെ വക അല്ലേ? ജോ എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ. ജോ ഉണ്ടാക്കിയിട്ട് കുറേ നാളായി സ്നാക്സ്. അപ്പം ഇന്നൊരു സ്നാക്സ് വീട്ടിൽ കുറച്ച് പൂത്ത ബ്രെഡ് അത് നിന്റെ അച്ചാച്ചൻ്റെ അടുത്തോ? അല്ല, അതായത് നമ്മള് നാളെ ഡേറ്റ് തീരും, അതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കി തന്നെ. എന്തെങ്കിലും ഉണ്ടാക്കി തിന്നില്ലെങ്കിൽ നാളെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞു ഡിഷ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നു. പിന്നെ പൊതുവെ നീ എന്താ ബ്രെഡ് ഉണ്ട് സോറി കേട്ടോ, ബ്രെഡ് ഇങ്ങനെ ഉണ്ടായിട്ട് ഒരു സാധനം ഉണ്ടാക്കാറുണ്ട്. ഐ ഡോണ്ട് നോ, ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് വെച്ചാൽ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഇപ്പം ടീച്ചർ എനിക്ക് ലാസ്റ്റ് ടൈം ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അമേരിക്കൻ സ്റ്റൈൽ ഉണ്ടാക്കി കൊടുത്തു. ജോന ഇഷ്ടമില്ല. ജ്യൂസി വേവാത്ത മുട്ടയും പിന്നെ എന്നിട്ടാണ് എന്താ കട്ടുപ്പ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ജ്യൂസി ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. വേവാത്ത മുട്ടയൊന്നുമല്ല, ഞാൻ അത് ബുൾസെന്ന് പറയും. അത് ജോന് ഇഷ്ടമില്ല. എന്ത് പോട്ടെ, ഇന്ന് ഉണ്ടാക്കണത് അത് കഴിഞ്ഞു. പക്ഷെ അതിൽ നിറച്ച് ഉപ്പായിരുന്നു. പക്ഷെ എനിക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ മൂടേ ഇല്ല. അതാണ് ഇപ്പൊ. പിന്നെ എന്തിനാ മൂടുള്ളത്? ഉദ്ദേശം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. ആൻഡ് ഓൾസോ പിള്ളേരൊക്കെ വന്നോണ്ടിട്ടുണ്ട്. സൈക്കിളിനോട് ഒറ്റക്കായി തോന്നണത്. നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കൈസ്. എന്താ പിന്നെ ഇന്ന് ഭയങ്കര ഉറക്കം സ്ലീപ്പി ഡേ ആണ്. രാവിലെ തന്നെ കുളിച്ചു ഷോർട്ടിന് വേണ്ടിട്ട്, അല്ലാണ്ട് ഇന്റൻഷനലി ജോ കുളിച്ചല്ല. കുളിപ്പിച്ചുകൊണ്ട് വേറെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളിപ്പോ ഈവനിങ് ജോട സ്നാക്സും ചായയും കുടിച്ചിട്ട് നാളെ ചിഞ്ചുവിന്റെ ബർത്ത്ഡേ. ചിഞ്ചുവിന്റെ ബർത്ത്ഡേ എന്നുണ്ടെങ്കിൽ ജോട ഏറ്റവും ഇളയ സഹോദരി. അതെ, ഇളയ സഹോദര. ഹാപ്പി ബർത്ത്ഡേ ടു യു ആണ്. ഗായ് സൈക്കോട്ടിനെ വിളിച്ച് സൈക്കോട്ടിനെ എന്താ കഴിച്ചിരുന്ന? പായസോ? ഇവന് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് തോന്നണ ഏറ്റവും ക്ഷമയുള്ളവർ അംഗൻവാടിയിൽ ഈ മിസ്സുമാരാണ് കേട്ടോ. വേറെ ആര് കൊടുത്താലും എനിക്ക് തോന്നണില്ല ഈ സൈക്കോട്ടിനെ കഴിക്കുമെന്ന്. അല്ലേ ചെയ്യാ? വീട്ടിൽ ഞങ്ങൾക്ക് ഒരു സേറമോളെ കൊണ്ട് അത്രയും പ്രശ്നം ഉണ്ടായില്ല. സയുവിൻ്റെ ഒരു ഫുഡിങ് സ്റ്റൈലും ഫുഡിങ് ഹാബിറ്റും ഓൾമോസ്റ്റ് ഇച്ചായൻ കുറേ ഫുഡ്സൊന്നും കഴിക്കില്ല. ഇവൻ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. ഞാൻ ഫ്രൂട്ട്സ് കഴിക്കില്ലായിരുന്നു. ഇച്ചായൻ വെജിറ്റബിൾസും കഴിക്കില്ല, ഫ്രൂട്ട്സും കഴിക്കില്ല. അപ്പോൾ സോ അതിൻ്റെ കുറേ ഇത് സൈക്കിളിന് വന്നിട്ടുണ്ട്. ആകെ നോൺ വെജുകൾ മാത്രമേ സൈക്കിളിന് കഴിക്കുള്ളൂ. നോൺ വെജ് എന്ന് പറയുന്നത് എല്ലാം കഴിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ചിക്കൻ ഫ്രൈ കഴിക്കത്തില്ല, ചിലപ്പോൾ ചിക്കൻ ഫ്രൈ കഴിക്കും. ബീഫ് ഒട്ടും കഴിക്കില്ല, ചില മീനുകൾ മാത്രം കഴിക്കും. അങ്ങനെ കുറേ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഫുഡ് കഴിക്കാനാണെങ്കിലും കൊടുക്കാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവന്. ഇവിടെ വന്നിട്ടാണ് അവന് ഇത്തിരി വെജിറ്റബിൾസും എല്ലാം രുചി ചേർന്ന് കഴിച്ചു തുടങ്ങിയത്. ഇവിടെ വന്നിട്ട് ഇവൻ എന്താ പറയുക, ഞങ്ങൾ കുറുക്ക് മാത്രമാണ് സൈക്കൂട്ടൻ കഴിച്ചുകൊണ്ടെന്ന് വെച്ചത്. ഇവിടെ വന്നിട്ട് സൈക്കൂട്ടൻ എല്ലാ ഫുഡ്സും ചവച്ച് കഴിക്കാൻ തുടങ്ങി. ഇവിടെ വന്നിട്ടാണ് ഇവൻ നമുക്ക് 2.5 വയസ്സായപ്പോൾ. അപ്പോൾ അതാണ് ഇവന് ഫുഡ് കൊടുക്കാനുള്ള ഒരു വ്ളോഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നത്. കാരണം വീട്ടിലവൻ ഭയങ്കര വാശി കൂടുതലാണ് കഴിക്കാൻ വേണ്ടി. ഇവിടെ വരുമ്പോൾ അവൻ എല്ലാം അനുസരിച്ച് കഴിക്കുന്നുണ്ട്. സോ എനിക്ക് അംഗൻവാടി ഇഷ്ടമുള്ള കാരണം അതാണ്. കുറേ കാര്യങ്ങളിൽ ചേഞ്ചസ് അതിന് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ വന്നതിന് ശേഷമാണ്. സോ ഹാപ്പി അല്ല സൈക്കിട്ടാ. അപ്പോൾ നമ്മൾ ഈവനിങ് സ്നാക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടി പോകണം. ഈവനിങ് സ്നാക്കിന് വേണ്ടി എന്തൊക്കെയാണ് ജോ വേണ്ടത്? നമ്മൾ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ, ബ്രെഡ് കുറച്ച് ബാലൻസ് ഉണ്ട് അല്ലേ സൈക്കിട്ട? അപ്പം ബ്രെഡ് വെച്ചിട്ട് സൈക്കിളിൻ്റെ ബ്രെഡിൻ്റെ പക്കോട ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. ഇഷ്ടമാണ് സൈക്കിളിൻ്റെ ബ്രെഡ് പക്കോട. സൈക്കിൾ ഭയങ്കര ഇഷ്ടമാണ്. ബ്രെഡ് പക്കോട ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എണ്ണ ഇവിടെ എന്തായാലും ഇപ്പോൾ വരുന്നത്. പക്ഷേ എണ്ണ വെളിയിൽ എന്തായാലും വിടാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കടൽപ്പൊടി, ഒരു ക്യാപ്സിക്കം മേടിച്ചിട്ട് വരാം. പക്ഷേ വേഗം ഒരു മേടിച്ചിട്ട് വരുമ്പോഴേക്കും നമുക്ക് സെറ്റ് ചെയ്ത് അമ്മ തട്ടാട്ടുണ്ടായിട്ടേ താഴ് തീർക്കും. കടയിൽ പോയി വന്നതിനപ്പോഴത്തേക്കും അമ്മിച്ച് ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കണേ കാരണം ഇവിടെ 3:30 ആകുമ്പോഴത്തേക്കും അമ്മിച്ച് നോക്കും ജോ വെക്കുമെന്ന്. 3:45 ഞാൻ നോക്കും ജോ വെക്കുമെന്ന്. 4 മണിയാകുമ്പോൾ അമ്മിച്ച് തന്നെ വെക്കും. അപ്പം 4 മണി ആയതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കണേണ്. ഇല്ല 3:45 ജോ നോക്കും ഞാൻ വെക്കുമെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, 4 മണിയായിട്ട് അമ്മിച്ച് വെച്ചില്ലെങ്കിൽ 4:4 ജോ ഇവിടെ ചായ വെച്ചിട്ടുണ്ടാവും. അപ്പം ജോ
ബ്രെഡ് കൊണ്ടാട്ടം ഉണ്ടാക്കാണ്ട് പോണാണ്. അതിന് വേണ്ടിയിട്ട് ജോ കപ്പുറത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കണാണ്. പക്ഷെ അത് തിന്നണത് ജോയാണ്. നമുക്ക് ബാലൻസ് ഉള്ളൂ. ഇവരുടെ എപ്പോഴും വീട്ടിലുള്ള ആൾക്കാർ പറയും ബ്രെഡൊക്കെ കഴിക്കാത്ത വീട്ടുകാരാണെങ്കിലും ഇത്രയും ബ്രെഡൊക്കെ ആ നേരത്ത് ബ്രെഡ് എന്താ പറയുക പൂത്ത് പോകുന്ന ഡേറ്റ് എന്ന് പറയണത് ശരിയാണോ? സൈവന്ന് വിളിച്ചത് അങ്ങനെയൊക്കെയാണ് പള്ളസേര മോൾക്ക്. അപ്പൊ സൈക്കുട്ടൻ എന്താ ഇത് എന്താ സൈക്കുട്ട? ബ്രെഡ് ബാലൻസ് ഉള്ള ബ്രെഡ് വെച്ചിട്ട് നമ്മള് ഈ സാധനം ഉണ്ടാക്കാൻ പോണം. അപ്പൊ നമ്മള് കണ്ടു ഷെമീസ് കിച്ചണില്. ഫസ്റ്റ് വിചാരിച്ചു ബ്രെഡ് പക്കോട തന്നെ ഒന്ന് ആയിക്കോട്ടെ എന്ന്. ഫസ്റ്റ് ടൈം ആണ് ചെയ്യാൻ കഴിക്കാൻ പോണത്. അതെ. അപ്പൊ എല്ലാവരും ഫസ്റ്റ് ടൈം കഴിക്കാൻ പോണത്. ബാലൻസ് ഉള്ള ബ്രെഡ്, ബാലൻസ് ഇല്ലെങ്കിലും ബ്രെഡ് മേടിച്ചാലും കുഴപ്പമില്ല. പിന്നെ കടലപ്പൊടി വേണം, പിന്നെ ഒരു 2-3 പച്ചമുളക് വേണം, പിന്നെ ക്യാപ്സിക്കം വേണം, പിന്നെ ഗൈസ് സവാള വേണം, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, പിന്നെ ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ കുഴച്ചെടുക്കും. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. സെറമോളുടെ ഫീലിംഗ് ഇപ്പോഴും നിർത്തിയിട്ടില്ല ഗൈസ്. അവർക്ക് 2 വയസ്സാകാറായി. പിന്നെന്താ വേണ്ട? നമുക്ക് ഇത് കണ്ടിട്ടോ, ഇത് വെളിച്ചെണ്ണയാ. പച്ചമുളക് എരിയും. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ബ്രെഡ് പക്കോട ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നല്ല. ഇത് എവിടെ വരെ പോകുമെന്ന് എനിക്കറിയാം. ഇത് കംപ്ലീറ്റ് എത്തുമെന്ന് നോക്കാം. എന്തായാലും ഇതുമായി ഫ്രിഡ്ജ് തപ്പിയപ്പോഴാണ് നമുക്കൊരു ക്യാരറ്റ് കൂടെ കിട്ടി. ക്യാപ്സിക്കം, പച്ചമുളക്, ക്യാരറ്റ് ഇതൊക്കെ ഓപ്ഷണൽ ആണ്. ഇത് രണ്ടും ഓപ്ഷണൽ ആണ്. ഇത് വെജിറ്റബിൾ ആണ്. നിങ്ങളുടെ അവിടെ ഉള്ള വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ മുരിങ്ങപ്പം ഒന്നെടുത്ത് ഇടരുതട്ടോ ഗൈസ്. ഇതുപോലെ ഇങ്ങനെ കടിച്ച് പിള്ളേരൊക്കെ കഴിക്കാൻ പറ്റിയ സാധനമാണ്. ക്യാരറ്റ് ഒക്കെ കടിച്ച് കഴിക്കാൻ പറ്റും. ഈ പക്കോടയിലേക്ക് ഇടാൻ പറ്റിയ സാധനം ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ ക്യാപ്സിക്കം, അങ്ങനെയുള്ള ഐറ്റംസ്. നമ്മുടെ പക്കോടക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യണ? ബ്രെഡ് ഇതിങ്ങനെ ചെയ്യണ? കട്ടിലേക്ക് മുറിച്ചിടും. മുറിക്കണമെന്നില്ല, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഷോ കാണിച്ചാണ്. ഓക്കെ. കൈ കൊണ്ട് തന്നെ. യു മീൻ പട്ടി ഷോ? ഇതേപോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ജോ ഇപ്പൊ ആഡ് ചെയ്യും. കുറച്ച് വെള്ളം, കാരണം പൊടി ഗ്രാം ഫ്ലോർ കടലപ്പൊടി ഇട്ടത് കാരണം ഞാൻ വെള്ളം ആഡ് ചെയ്തു. നമുക്ക് പിടിച്ചാൽ കിട്ടണ പരിവം. നമുക്ക് നമ്മുടെ പക്കോട ഉണ്ടാക്കാം. പക്കോട ഉണ്ടാക്കാൻ വേണ്ടി എന്ത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇരുമ്പട്ടി ആയതുകൊണ്ട് നല്ല ചൂടായിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്. ഇത് എനിക്ക് അറിയില്ല ഗൈസ് എന്തോരം ഓക്കെ ആണെന്ന്. ഈ ചട്ടി ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യണത്. അറ്റ് സെയിം ടൈം ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. എന്താണെങ്കിലും നമുക്ക് തിന്നാം അല്ലേ ചേ? നോക്കാണിപ്പോണ് ഇഷ്ടമല്ല ഇങ്ങനത്തെ സാധനങ്ങൾ. ചിക്കൻ ഫ്രൈ പോലെ ഉണ്ടോ അങ്ങനെ വിചാരിച്ചു തിന്നു. ചിക്കൻ ആണോന്ന് വിചാരിച്ചിട്ട് ജോ കളഞ്ഞു ഗൈസ്. ബാക്കി ഉണ്ടായത് ജോന് ഇഷ്ടമായിരുന്നു പറഞ്ഞോണ്ട്. ഗൈസ് അങ്ങനെയല്ല, നമ്മൾ വിചാരിച്ച ആ ഒരു രുചി എനിക്ക് ഇഷ്ടം തോന്നിയില്ല ഗൈസ്. അടിപിടിക്കും. ഞാൻ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതെന്തായാലും നമ്മള് മതി എന്ന് പറയും. കൊണ്ട് അങ്ങനെ കൊണ്ടക്കളയും. വേറെ പച്ചമാവ് കൊണ്ടക്കളയല്ല. അപ്പൊ അത്ര ഓയിലെങ്കിലും ബാലൻസ് കിട്ടും. നല്ല ഫൈൻ സാധനം. എന്തോ ഒരു സാധനം കൂടിയ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇതിലുണ്ടാവണം ക്യാരറ്റും ക്യാപ്സിക്കവും കടിക്കാൻ കിട്ടുമ്പോൾ നല്ലുണ്ട്. മാവ് ഇഷ്ടമില്ല. എന്തോ ഒരു രുചി വന്നു. ബ്രെഡ് ഇടണ്ടായിരുന്നു തോന്നുന്നു. ബ്രെഡ് ഇടണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ഇത് ഉണ്ടാക്കിയില്ല. ബ്രെഡ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നി. അപ്പൊ ഇത് ബ്രെഡ് പക്കോട ആവൂലല്ല. അതുകൊണ്ടാണ് ബ്രെഡ് ഇട്ടത്. എനിക്ക് ഇഷ്ടമല്ലേ കളയില്ല. അമ്മച്ചു കൊടുക്കല്ലേ?
മാവ് കഴിക്കാനത് ഫ്ലോപ്പ് വെജിറ്റബിൾസ് ആ ക്യാപ്സിക്കം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കടിക്കാൻ കിട്ടുമ്പോൾ. ബട്ട് ആ മാവ് ഇത് നമുക്ക് തിന്നാൻ പറ്റില്ല. ഞങ്ങൾ കൊണ്ടുപോയാൽ പിള്ളേരും മേടിച്ച് തിന്നാൻ തുടങ്ങും. ലാസ്റ്റ് രാത്രി വയറുവേദന എടുത്തിട്ട് രാത്രി ഉറക്കൂല. നല്ല കടച്ചിലുമ്പോഴും ഇരിക്കും. കാരണം കടലപ്പൊടി ഒരു വയറുവേദനയുടെ മെയിൻ കട തന്നെ ഒരു സാധനമാണത്. സോ ഫ്ലോപ്പ് ഗൈസ്. അപ്പം നമ്മുടെ കുക്കിംഗ് എന്തായാലും ഫ്ലോപ്പായി. കുറേ നാളുകൾക്ക് ശേഷം ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങളോട് മിങ്കിൾ ചെയ്തിട്ട് സാധനം ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് എന്താ എനിക്ക് തോന്നണം. ആ പൊടി ഇട്ട് കൊടുത്തത് എന്തോ മിസ്റ്റേക്ക് വന്നിട്ട്. അതർവൈസ് ആ ബ്രെഡ് ഇട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ പൊടി മാത്രം ഇട്ടിട്ടാണെങ്കിലും നല്ല രുചി ഉണ്ടാവുമായിരുന്നു. വാട്ട് എവർ നമ്മൾ ബ്രെഡ് തീർക്കാനാണല്ലോ ഇത് മേടിച്ച് തന്നെ. അപ്പോൾ സോ ബ്രെഡ് അല്ലാണ്ട് തന്നെ വേസ്റ്റായി. ഇപ്പം എല്ലാം വേസ്റ്റായി. ആൻഡ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ.